നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മെറ്റൽ വിപണിയിൽ വമ്പൻ കമ്പനികൾ റെക്കോർഡ് നേട്ടങ്ങൾ കൊയ്യുമ്പോൾ എല്ലാവരും കാണാതെ പോകുന്ന ചില അപൂർവ രത്നങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. വിപണിയിലെ താൽക്കാലിക ആവേശത്തിന് പിന്നാലെ ഓടുന്ന തിരക്കിൽ യഥാർത്ഥ മൂല്യമുള്ള ഓഹരികളെ തിരിച്ചറിയാൻ നിക്ഷേപകർ വൈകുകയാണ്. കയ്യിലുള്ള ആസ്തിയേക്കാൾ കുറഞ്ഞ വിലയിൽ വിപണിയിൽ ലഭ്യമാകുന്ന എന്നാൽ ഇരട്ടാക്ക ലാഭ വളർച്ച കൈവരിക്കുന്ന രണ്ട് മെറ്റൽ ഓഹരികളെന്ന് പരിചയപ്പെടാം. ഇത് വെറുമൊരു നിക്ഷേപമല്ല. വിപണി ഇവയുടെ യഥാർത്ഥ വില തിരിച്ചറിയുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ ലാഭം നൽകിയേക്കാവുന്ന കരുത്തുറ്റ കമ്പനികളാണ്. 2027 സാമ്പത്തിക വർഷത്തേക്ക് മികച്ച ഒരു പോർട്ട്ഫോളിയോ ലക്ഷ്യമിടുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഇവ അടുത്ത വമ്പൻ സക്സസ് സ്റ്റോറികളാണോ അതോ വെറുമൊരു കെണിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. മൈദാൻ അലോയ്ഡ് ആണ് ആദ്യത്തെ കമ്പനി. മൈദാൻ സ്റ്റീൽ ആൻഡ് കാസ്റ്റിംഗ് ലിമിറ്റഡ് എന്ന പേരിൽ സ്ഥാപിതമായ മൈദാൻ അലോയ്ഡ് 1985-ലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. പ്രധാനപ്പെട്ട 3 ബൾക്ക് ഫെറോ അലോയിഡുകളായ ഫെറോ മാംഗനീസ്, സിലിക്കോ മാംഗനീസ്, ഫെറോ സിലിക്കൺ എന്നിവയുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. 2548 കോടി രൂപ വിപണി മൂല്യമുള്ള ഈ കമ്പനി മാംഗനീസ് അധിഷ്ഠിത ഫെറോ അലോയികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ആഭ്യന്തര നിർമ്മാതാക്കളിൽ ഒന്നാണ്. മൊത്തം ആഭ്യന്തര ഫെറോ അലോയ് വ്യവസായത്തിന്റെ 5%-ലധികം വിപണി വിഹിതം കമ്പനി കൈയാളുന്നുണ്ട്. കൂടാതെ വിൻഡ് പവർ ഉൽപാദനത്തിലും വിതരണത്തിലും കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. ഒപ്പം സ്വന്തമായി ഒരു ക്യാപ്റ്റീവ് പവർ പ്ലാന്റും കമ്പനിക്കുണ്ട്. ഈ മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി ഡിവിഡൻഡ് ഈൽഡ് 0% ആയിരിക്കുമ്പോൾ മൈദാൻ അലോയ്ഡ് 1.9% ഡിവിഡൻഡ് ഈൽഡ് വാഗ്ദാനം ചെയ്യുന്നു. അതായത് ഓരോ 100 രൂപ നിക്ഷേപത്തിനും കമ്പനി 2 രൂപ ലാഭവിഹിതമായി നൽകുമ്പോൾ മറ്റ് സമാന കമ്പനികൾ ലാഭവിഹിതം നൽകാൻ പോലും പ്രയാസപ്പെടുകയാണ്. കൂടാതെ കമ്പനിയുടെ ബുക്ക് വാല്യൂ 1416 രൂപയും നിലവിലെ കണക്കനുസരിച്ച് ഓഹരി വില 875 രൂപയുമാണ്. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള അറ്റ മൂല്യമാണ് ബുക്ക് വാല്യൂ. അതായത് കമ്പനി ഇന്ന് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, എല്ലാ ആസ്തികളും വിറ്റ് കടബാധ്യതകൾ തീർക്കുകയാണെങ്കിൽ ഓഹരി ഉടമകൾക്ക് നിയമപരമായി ലഭിക്കേണ്ട തുകയാണിത്. ഈ വാല്യുവേഷൻ വ്യത്യാസം സൂചിപ്പിക്കുന്നത് മൈദാൻ അലോയ്ഡ് നിലവിൽ ഏകദേശം 0.62 പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോയിലാണ്. അതായത് അതിന്റെ അക്കൗണ്ടിംഗ് അറ്റ മൂല്യത്തെക്കാൾ 38% ഡിസ്കൗണ്ടിലാണ് ഓഹരി ലഭ്യമാകുന്നത്. ഇത്രയും വലിയ വ്യത്യാസം വിപണിയുടെ അശുഭ പ്രതീക്ഷയെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ലിക്വിഡേഷൻ മൂല്യം അതിന്റെ വിപണി മൂല്യത്തെക്കാൾ കൂടുതലായിരിക്കുമെന്ന അണ്ടർ വാല്യുവേഷൻ എന്ന സാഹചര്യത്തെയോ ആണ് വ്യക്തമാക്കുന്നത്. ബുദ്ധിമാനായ ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയുള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കമ്പനിയുടെ ആസ്തികൾ സ്വന്തമാക്കാനുള്ള ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഇത് നൽകുന്നുണ്ട്. കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക പ്രകടനം പരിശോധിക്കാം. കഴിഞ്ഞ 5 വർഷമായി വിൽപ്പനയിൽ ഇടിവുണ്ടായിരുന്നെങ്കിലും 2025 സാമ്പത്തിക വർഷത്തിൽ അത് തിരിച്ചു പിടിച്ചു. 2026 സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ 2025 അവസാനിച്ച 3 പാദങ്ങളിലായി 1613 കോടി രൂപയുടെ വിൽപ്പന കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തന ലാഭത്തിൽ വലിയ കാഴ്ചയിറക്കങ്ങൾ ഉണ്ടായിരുന്നു. 2025 ഡിസംബർ വരെയുള്ള 3 പാദങ്ങളിൽ 152 കോടി രൂപയാണ് കമ്പനി നേടിയിട്ടുള്ള എബിഡ. അറ്റാദായത്തിന്റെ കാര്യത്തിൽ കമ്പനി കരുത്ത് തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 33% CAGR ഗ്രോത്ത് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. 2025 ഡിസംബർ വരെയുള്ള 3 പാദങ്ങളിൽ 512 കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം. 2021 മാർച്ചിൽ 580 രൂപയായിരുന്ന മൈദാൻ അലോയ്സിന്റെ ഓഹരി 2026 ആയപ്പോഴേക്കും 880 രൂപയിലേക്ക് എത്തി. കഴിഞ്ഞ 6 മാസത്തിനിടെ ഓഹരി വില 1175 രൂപയിൽ നിന്ന് 25% കറക്ഷനിൽ 880 രൂപയിലെത്തിയിരിക്കുകയാണ്. ഇത് അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരമായ 834 രൂപയ്ക്ക് അടുത്താണ്. ഫെറോ അലോയ്കളുടെ ഡിമാൻഡിലുണ്ടായ കുറവും അതോടൊപ്പം ഈ വർഷം അറ്റാദായത്തിലുണ്ടായ 47% ഇടിവുമാണ് വില കുറയാൻ കാരണമായത്. 5 വർഷത്തെ കാര്യമായ വർധനവില്ലാത്ത വിൽപ്പന വളർച്ചയും പ്രവർത്തന തകർച്ച മറയ്ക്കാൻ മറ്റു വരുമാനങ്ങളെ അഥവാ നോൺ ഓപ്പറേഷണൽ അതർ ഇൻകത്തിനെ ആശ്രയിച്ചതും കാരണം വിപണി ഈ ഓഹരിയെ തഴയുകയാണ്. ഉയർന്ന പലിശ ചെലവ് കൂടി ആയതോടെ കമ്പനിയുടെ യഥാർത്ഥ വരുമാന ശേഷി റീറേറ്റ് ചെയ്യപ്പെട്ടു. നിലവിൽ കമ്പനിയുടെ PE റേഷ്യോ 6 ടൈംസ് ആണ്. എന്നാൽ വ്യവസായ ശരാശരി 15 ടൈംസ് ആണ്. ഇതിനർത്ഥം ഓഹരിക്ക് വിപണിയിൽ വലിയ രീതിയിൽ കുറഞ്ഞ വിലയാണുള്ളത്. ലാഭം വീണ്ടെടുക്കുമെന്ന് വിശ്വസിക്കുന്ന നിക്ഷേപകർക്ക് ഇത് മികച്ചൊരു മാർജിൻ ഓഫ് സേഫ്റ്റി നൽകുന്നുണ്ട്. ഓഹരി വില വ്യവസായ നിലവാരത്തിലേക്ക് തിരിച്ചെത്തിയാൽ നിക്ഷേപകർക്ക് വലിയ നേട്ടം ലഭിക്കാൻ സാധ്യതയുണ്ട്. 1980 സ്ഥാപിതമായ പ്രകാശ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് അടുത്ത ഓഹരി. സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഊർജ്ജ ഉൽപാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2115 കോടി രൂപ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയാണിത്. സ്പോഞ്ച് അയൺ, സ്റ്റീൽ ബില്ലറ്റുകൾ, ഫെറോ അലോയ്ഡുകൾ, TMT ബാറുകൾ തുടങ്ങിയ
വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഈ കമ്പനി നിലവിൽ 1.3% ഡിവിഡൻഡ് yield വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലെ മറ്റ് കമ്പനികൾ ലാഭവിഹിതം നൽകാൻ പ്രയാസപ്പെടുമ്പോഴാണ് പ്രകാശ് ഇൻഡസ്ട്രീസ് ഈ നേട്ടം കൈവരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. 2026 മാർച്ചിലെ കണക്കനുസരിച്ച് 191 രൂപ ബുക്ക് വാല്യൂ ഉള്ള ഈ ഓഹരി വെറും 118 രൂപ നിലവാരത്തിലാണ് വ്യാപാരം നടത്തുന്നത്. അതായത് കമ്പനിയുടെ ഓരോ രൂപയും ആസ്തിക്കും വിപണി ഇപ്പോൾ വെറും 0.6 രൂപ മാത്രമാണ് വില നൽകുന്നത്. ഇത് നിക്ഷേപകർക്ക് വലിയൊരു മാർജിൻ ഓഫ് സേഫ്റ്റി നൽകുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ 2020 മുതൽ 2025 വരെയുള്ള കാലയളവിൽ വിൽപ്പനയിൽ 6%, പ്രവർത്തന ലാഭത്തിൽ 8%, അറ്റാദായത്തിൽ 25% കോമ്പൗണ്ട് വളർച്ച കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ 2599 കോടി രൂപയുടെ വിൽപ്പനയും 240 കോടി രൂപയുടെ ലാഭവും കമ്പനി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ ഓഹരി വില 170 രൂപയിൽ നിന്ന് 118 രൂപയിലേക്ക്, അതായത് ഏകദേശം 30% കറക്ഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സ്റ്റീൽ മേഖലയിലെ വെല്ലുവിളികൾ കാരണമാണെങ്കിലും കമ്പനിയുടെ മെച്ചപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗും കുറഞ്ഞ PE റേഷ്യോയും അത് 6 ടൈംസ് ആണ്. വ്യവസായ ഇൻഡസ്ട്രി 19 ടൈംസ് ആയിരിക്കെ സൂചിപ്പിക്കുന്നത് ഈ ഓഹരി അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വളരെ താഴെയാണ് എന്നാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗിന് മുൻഗണന നൽകുന്നവർക്ക് വിപണി തിരിച്ചറിയാത്ത മികച്ചൊരു ആസ്തിയായി ഈ കമ്പനി മാറാൻ സാധ്യതയുണ്ട്. മെറ്റൽ മേഖലയിലെ ഈ 2 ഓഹരികളും നിലവിലെ വിപണിയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് അവതരിപ്പിക്കുന്നത്. വമ്പൻ കമ്പനികൾക്ക് അമിത വില നൽകി നിക്ഷേപകർ പായുമ്പോൾ ഈ 2 സ്ഥാപനങ്ങളും തങ്ങളുടെ യഥാർത്ഥ ആസ്തി മൂല്യത്തെക്കാൾ വളരെ താഴെയാണ് വ്യാപാരം നടത്തുന്നത്. മികച്ച ലാഭവിഹിതം, കരുത്തുറ്റ ബാലൻസ് ഷീറ്റ്, ഇരട്ട ലാഭ വളർച്ച എന്നിവ ഇവയെ ആകർഷകമാക്കുന്നുണ്ടെങ്കിലും വിൽപ്പനയിലെ മന്ദതയും മേഖലയിലെ പൊതുവായ തിരിച്ചടികളും വിപണി ഇവയെ തഴയാൻ കാരണമായി. എന്നാൽ ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വിപണി ഈ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ വലിയൊരു സുരക്ഷാ കവചത്തോടുകൂടി നിക്ഷേപം നടത്താൻ പറ്റിയ അവസരമാണിത്. വരും വർഷങ്ങളിൽ ഈ കമ്പനി തങ്ങളുടെ പ്രവർത്തന മികവ് തുടരുകയും വിപണിയിലെ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്താൽ ഉയർന്നു വരുന്ന അടുത്ത മെറ്റൽ ഭീമന്മാരായി ഇവ മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സൈക്ലിക്കൽ വ്യവസായമായതിനാൽ തന്നെ കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുക.